കേരള ബോക്സ് ഓഫീസിലെ വീക്കെൻഡ് കളക്ഷനിൽ 20 കോടിക്ക് മുകളിൽ നേടിയ 12 ചിത്രങ്ങളാണുള്ളത്. അവയിൽ ഭൂരിഭാഗവും 2024 മുതൽ ഇങ്ങോട്ട് റിലീസായവയാണ്. 12ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിൻ്റെ തുടരുമാണ്. തുടരും നേടിയത് 20 കോടി 30 ലക്ഷം രൂപയാണ്. 2025 സൂപ്പർ റിപ്പോർട്ട് ലഭിച്ച ലാലേട്ടൻ ചിത്രമായിരുന്നു തുടരും. തുടരുവിനെ സംബന്ധിച്ച് 3 ദിവസം മാത്രമാണ് വീക്കെൻഡ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേ റിലീസായ ചിത്രമായിരുന്നു തുടരും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 69 കോടിയോളം രൂപയാണ് വീക്കെൻഡ് കളക്ഷനായി നേടിയത്. 11ാം സ്ഥാനത്തുള്ളത് രജനീകാന്തിൻ്റെ കൂലിയാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം വലിയ ഹൈപ്പിലാണ് റിലീസ് ചെയ്തത്. എങ്കിലും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ആദ്യ ദിനം ലഭിച്ചത്. ഒരു തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ റിലീസാണ് കൂലിക്ക് ലഭിച്ചത്. എങ്കിലും ലിയോ നേടിയ പോലെ ഒരു ഇനീഷ്യൽ കളക്ഷനൊന്നും കൂലി സ്വന്തമാക്കിയിരുന്നില്ല. 4 ദിവസത്തെ വീക്കെൻഡിൽ കൂലി നേടിയത് 21.20 കോടി രൂപയാണ്. ആദ്യ ദിവസം വമ്പൻ കളക്ഷൻ നേടിയ കൂലി പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ശരാശരി കളക്ഷൻ മാത്രമായിരുന്നു നേടിയിരുന്നത്. 10ാം സ്ഥാനത്തുള്ളത് 2019 റിലീസായ മോഹൻലാൽ ചിത്രം ലൂസിഫർ ആണ്. 2019 22 കോടിയോളം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വീക്കെൻഡ് കളക്ഷനായി ലൂസിഫർ നേടിയത്. അന്ന് അതൊരു സർവകാല റെക്കോർഡായിരുന്നു. പിന്നീട് KGF ആണ് ഈ ഒരു കളക്ഷൻ മറികടന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലെ നിർണായകമായ ചിത്രങ്ങളിൽ ഒന്നാണ് ലൂസിഫർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ 100 കോടി ചിത്രവുമായിരുന്നു ലൂസിഫർ നേടിയ ഈ വീക്കെൻഡ് കളക്ഷൻ പിന്നീട് മറികടന്ന മലയാള ചിത്രം മമ്മൂട്ടിയുടെ ഭീഷ്മപർവമായിരുന്നു. 20 കോടിക്ക് മുകളിൽ വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 2020 മുമ്പ് റിലീസായ ഒരേയൊരു ചിത്രമേ ഉള്ളൂ. അത് ലൂസിഫറാണ്. 9ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവമാണ്. 2022 റിലീസായ ചിത്രം ലൂസിഫറിൻ്റെ ഏറ്റവും ഉയർന്ന വീക്കെൻഡ് കളക്ഷൻ എന്ന റെക്കോർഡ് മറികടന്ന മലയാള ചിത്രമായിരുന്നു. 22.15 കോടി രൂപയാണ് ഭീഷ്മപർവം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യത്തെ 4 ദിവസം കൊണ്ട് നേടിയെടുത്തത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ഉയർന്ന വീക്കെൻഡ് കളക്ഷൻ ഇപ്പോഴും ഇത് തന്നെയാണ്. അമൽ നീരദായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. വലിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷ നിലനിർത്തിയ ചിത്രമായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 44 കോടിക്ക് മുകളിലാണ് ഭീഷ്മപർവം ആദ്യ വീക്കെൻഡിൽ നേടിയത്. 8ാം സ്ഥാനത്തുള്ളത് കന്നഡ ചിത്രമായ കാന്താര ചാപ്റ്റർ 1 ആണ്. 2025 റിലീസായ ചിത്രം വലിയ ഹൈപ്പിലാണ് തിയേറ്ററിലെത്തിയത്. കേരള ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള പ്രകടനമാണ് കാന്താര നടത്തിയത്. ആദ്യ വീക്കെൻഡിൽ 23.06 കോടി രൂപയാണ് കാന്താര നേടിയത്. മലയാളികളെ സംബന്ധിച്ച് കാന്താര ചാപ്റ്റർ 2 വലിയ രീതിയിലുള്ള വിജയമായി മാറിയിരുന്നു. കാന്താര 2വിന് അതിനാൽ തന്നെ വലിയ ഹൈപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ ഗംഭീര പ്രകടനമുള്ള ചിത്രം ആദ്യ ദിനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി. തുടർന്ന് മികച്ച അഭിപ്രായത്തോടെ ഈ കളക്ഷൻ നിലനിർത്തുകയും ചെയ്തിരുന്നു. KGF ചാപ്റ്റർ 2വിന് ശേഷം കേരള ബോക്സ് ഓഫീസിൽ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന കന്നഡ ചിത്രമായി കാന്താര മാറി. 7ാം സ്ഥാനത്തുള്ളത് ഒരു മലയാള ചിത്രമാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജിൻ്റെ ദ ഗോട്ട് ലൈഫ്. ആടുജീവിതം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ 4 ദിനം കൊണ്ട് 23.19 കോടി രൂപയാണ് നേടിയത്. 2024 റിലീസായ ഈ ചിത്രം ഗംഭീര അഭിപ്രായം നേടിക്കൊണ്ടാണ് ഇത്രയും വലിയ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയത്. ആദ്യ ദിനം 5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയ ആടുജീവിതം പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ സ്വന്തമാക്കുകയായിരുന്നു. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രവും ഏറ്റവും മികച്ച പ്രകടനവുമൊക്കെയായിരുന്നു ആടുജീവിതം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വീക്കെൻഡ് കളക്ഷനായി 64 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ഫൈനൽ കളക്ഷൻ ഏതാണ്ട് 150 കോടിക്ക് മുകളിലാണ് ആടുജീവിതം സ്വന്തമാക്കിയത്. 6ാം സ്ഥാനത്തുള്ളത് രജനീകാന്തിൻ്റെ ജയിലറാണ്. കേരള ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് കളക്ഷനിൽ 23.65 കോടി രൂപയാണ് 2023 ഈ രജനീകാന്ത് ചിത്രം സ്വന്തമാക്കിയത്. ഈ ചിത്രം ഇത്രയേറെ വീക്കെൻഡ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേടാൻ പ്രധാന കാരണം മോഹൻലാലിൻ്റെ സാന്നിധ്യമായിരുന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഗംഭീര അതിഥി വേഷത്തിലെത്തിയിരുന്നു. മാത്യൂസ് എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം വലിയ രീതിയിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ആഘോഷമാക്കിയത്. രജനീകാന്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമാണ് ജയിലറിൻ്റെ 2ാം ഭാഗം വരാനിരിക്കുകയാണ്. അതിലും മോഹൻലാൽ ഒരു ഭാഗമാവുന്നുണ്ട്. 5 കോടിയോളം മാത്രമായിരുന്നു ജയിലർ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗംഭീര അഭിപ്രായത്തിൻ്റെ സഹായത്തോടെ വലിയ കളക്ഷൻ നേടി മുന്നേറുകയായിരുന്നു. വീക്കെൻഡ് കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ 5ാം സ്ഥാനത്തുള്ളത് KGF ചാപ്റ്റർ 2 ആണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ഈ സീക്വൽ ചിത്രത്തിൽ നായകനായത് യശായിരുന്നു. 2022 തിയേറ്ററിലെത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനത്തിൽ സർവകാല റെക്കോർഡ് നേടിയിരുന്നു.
ഒടിയനെ മറികടന്നായിരുന്നു KGF റെക്കോർഡ് നേടിയത്. പിന്നീട് വീക്കെൻഡ് കളക്ഷനിലും ലൂസിഫറിനെ മറികടന്ന് റെക്കോർഡ് സ്വന്തമാക്കി. 26.50 കോടി രൂപയാണ് KGF സ്വന്തമാക്കിയത്. വലിയ രീതിയിലുള്ള കളക്ഷനാണ് KGF തുടർന്ന് അങ്ങോട്ടും സ്വന്തമാക്കിയത്. ഫൈനൽ കളക്ഷൻ 60 കോടിക്ക് മുകളിലാണ് KGF നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന കന്നഡ ചിത്രമായി KGF മാറിയിരുന്നു. 4-ാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ റിലീസായി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ മുന്നേറുന്ന വാഴ 2 ആണ്. വെറും 4 ദിവസങ്ങൾ കൊണ്ട് 26.55 കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി വാഴ 2 നേടിയത്. ഏതാണ്ട് 60 കോടിയോളം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും വാഴ 2 സ്വന്തമാക്കി. ആദ്യ ദിനം 5 കോടിക്ക് മുകളിൽ മാത്രമാണ് വാഴ 2 കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. എന്നാൽ പിന്നീടുള്ള 3 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 21 കോടിയോളം രൂപയാണ് വാഴ 2 സ്വന്തമാക്കിയത്. ആദ്യ ഞായറാഴ്ച തന്നെ 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ചെയ്തു. മോഹൻലാൽ, രജനീകാന്ത്, വിജയ് ചിത്രങ്ങൾക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ ഒരു സിംഗിൾ ഡേയിൽ 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ചിത്രമായി വാഴ 2 മാറിയിരിക്കുകയാണ്. വീക്കെൻഡ് കളക്ഷനിൽ 3-ാം സ്ഥാനത്തുള്ളത് ജയസൂര്യയുടെ ആട് 3. 2026 മാർച്ച് 19 തിയേറ്ററിലെത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് എങ്കിലും വീക്കെൻഡ് കളക്ഷനിൽ 27.45 കോടി രൂപ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ എടുത്ത് കുതിപ്പ് തുടരുകയാണ് ആട് 3. ഫ്രാഞ്ചൈസിലെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായി ആട് 3 മാറിയിരുന്നു. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷനാണ് ആട് 3 സ്വന്തമാക്കിയത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായും ആട് 3 മാറി. കേരള ബോക്സ് ഓഫീസിൽ ഇത്രയേറെ കളക്ഷൻ ആദ്യ വീക്കെൻഡിൽ നേടാൻ സഹായകമായത് പെരുന്നാളായതുകൊണ്ടാണ്. സമ്മിശ്ര പ്രതികരണമായിട്ടും പെരുന്നാൾ ദിനത്തിൽ വലിയ രീതിയിലുള്ള പ്രേക്ഷകരാണ് തിയേറ്ററിലെത്തിയത്. വീക്കെൻഡ് കളക്ഷനിൽ 2-ാം സ്ഥാനത്തുള്ളത് വിജയുടെ ലിയോ ആണ്. 2023 വമ്പൻ ഹൈപ്പിൽ റിലീസായ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ വീക്കെൻഡിൽ നേടിയത് 32.85 കോടി രൂപയാണ്. ആദ്യ ദിനത്തിൽ 12 കോടിയോളം നേടി കേരള ബോക്സ് ഓഫീസിൽ സർവ്വകാല റെക്കോർഡ് തീർത്ത ചിത്രമായിരുന്നു ലിയോ. ഒരു തമിഴ് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഫൈനൽ കളക്ഷൻ സ്വന്തമാക്കിയാണ് ലിയോ തിയേറ്റർ റൺ അവസാനിപ്പിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ പിന്നീട് ഒരു തമിഴ് സിനിമയ്ക്കും 12 കോടിയോളം ഒന്നും സിംഗിൾ ഡേയിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. സമ്മിശ്ര പ്രതികരണമായിരുന്നിട്ട് കൂടെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിക്ക് മുകളിൽ നേടിയ ചിത്രമായി വിജയുടെ ലിയോ മാറിയിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ വീക്കെൻഡ് കളക്ഷനിൽ 1-ാം സ്ഥാനത്തുള്ളത് മോഹൻലാലിൻ്റെ എമ്പുരാൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി വീക്കെൻഡ് കളക്ഷനിൽ 40 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നേടിയ ഒരേ ഒരു ചിത്രം. വീക്കെൻഡ് കളക്ഷൻ 42.56 കോടി രൂപയാണ്. ആദ്യ ദിനത്തിൽ 14 കോടിക്ക് മുകളിൽ നേടി റെക്കോർഡിട്ട ചിത്രമായിരുന്നു എമ്പുരാൻ. ഇന്ന് വരെ എമ്പുരാൻ്റെ ആ ഒരു റെക്കോർഡ് ആർക്കും തകർക്കാനായിട്ടില്ല എന്ന പോലെ തന്നെ വീക്കെൻഡ് കളക്ഷനിൽ നേടിയ റെക്കോർഡും ആർക്കും തകർക്കാനായിട്ടില്ല. ലിയോയേക്കാൾ 10 കോടിയോളം മാർജിനിലാണ് എമ്പുരാൻ 1-ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് വീക്കെൻഡ് കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിംഗിൾ ഡേയിൽ 14 കോടി നേടുക എന്നുള്ളതും വീക്കെൻഡ് കളക്ഷനിൽ 42.5 കോടി നേടുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വീക്കെൻഡ് കളക്ഷനായി 175 കോടി രൂപയാണ് എമ്പുരാൻ സ്വന്തമാക്കിയത്. എമ്പുരാൻ്റെ വീക്കെൻഡ് കളക്ഷൻ മറികടക്കാൻ ഒരു പക്ഷേ വർഷങ്ങൾ എടുത്തേക്കാം. 175 കോടി എന്ന മാന്ത്രിക സംഖ്യയൊന്നും മറികടക്കാൻ പറ്റിയ ഒരു ചിത്രം ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ നിന്ന് വരാനില്ല. ഏതായാലും മലയാള സിനിമയിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെയും തലപ്പത്ത് മോഹൻലാൽ ഉള്ള പോലെ ഈ ബോക്സ് ഓഫീസ് വീക്കെൻഡ് റെക്കോർഡിലും മോഹൻലാൽ തന്നെയാണ് ഒന്നാമൻ.